ഫോണിലും ലാപ്ടോപ്പും രണ്ടും ഇങ്ങനെ ഉപയോഗിക്കും. രണ്ടും ഉപയോഗിക്കുക. ഈ ഫോണിൽ ഫോണിൽ കിട്ടത്തില്ല. മൈക്രോഫ്യൂ സർ കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. പതുക്കെ പറഞ്ഞുണ്ടാകും കേൾക്കാം. ഓക്കെ. നമ്മളെ ഡേ 4 ഇന്ന് വന്നിരിക്കുന്നത്. ഡേ 4 നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കണമെന്ന് പറയാം. നമ്മള് 11 ലാബ്സ് എന്ന് പറഞ്ഞ ഒരു ടൂൾ ഇന്ന് പരിചയപ്പെടും. അതിനകത്ത് ഈ ടെക്സ്റ്റിനെ ഇമേജിലോട്ട് നമ്മൾ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. കൺവേർട്ടിംഗ് ടെക്സ്റ്റ് ഇൻടു ഓഡിയോ നരേഷൻ, ക്രിയേറ്റിംഗ് സ്റ്റോറി വോയിസ് ഓവർ ഓഡിയോ ലെസൺസ്. 11 ലാബ്സ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. ക്യാൻവ ഉപയോഗിച്ച് ചെറിയ എഡിറ്റിംഗ് പരിപാടികൾ. പിന്നെ ഫൈറ്റർ. ഞാൻ ഒരു സംശയം ചോദിച്ചു, നമ്മൾ ഈ യൂട്യൂബ് ക്രിയേഷൻ എന്ന് പറയുന്ന ടൂള് പരിചയപ്പെട്ടോ? നിങ്ങളുടെ ബാച്ചിൽ പരിചയപ്പെട്ടോ? യൂട്യൂബ് ക്രിയേറ്റ് മറുപടി തരാമോ? യൂട്യൂബ് ക്രിയേറ്റ് നമ്മൾ ബാച്ചിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ടീച്ചേഴ്സ് കേട്ടൂടാ? യൂട്യൂബ് ക്രിയേറ്റർ ഇല്ലല്ലോ. ചെയ്തില്ല. നമ്മൾ ചെയ്തെന്നോ ഇല്ലെന്നാ പറഞ്ഞേ? ഇല്ല. പരിചയപ്പെട്ടില്ല. ഓക്കെ. പരിചയപ്പെട്ടു. സിമ്പിൾ വീഡിയോ അപ്പൊ ആദ്യം ഒരു പാഠഭാഗം നമ്മുടെ കയ്യിലുണ്ടാവും. അത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുകയാണ് ചെയ്യും. പാഠഭാഗം ഞാൻ ഷെയർ ചെയ്യാം. സൗണ്ട് കുറവാട്ടോ. എന്നോടൊപ്പം ചെയ്യാന്നുള്ളവർക്ക് ചെയ്യാമേ. നമ്മൾ എടുക്കുന്നത് പാഠം ഒന്നെടുക്കണേ. സ്റ്റാൻഡേർഡ് 4 യൂണിറ്റ് 1 ആണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് 4 യൂണിറ്റ് 1. സ്റ്റാൻഡേർഡ് 4 യൂണിറ്റ് 1. ഓക്കെ. അപ്പൊ ഇത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. ഇത് കട്ട് ചെയ്താണ്. കമ്പൽസറി ആ യൂണിറ്റ് മാത്രം ആക്കി വെച്ചിരിക്കുന്നു. യൂണിറ്റ് എടുത്ത് വാട്സാപ്പിൽ ഓൺലൈൻ വരുന്നു. വരട്ടെ. യൂണിറ്റ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞുകൂടാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടൊന്ന് യൂണിറ്റ് ഒന്ന് പറഞ്ഞു. സർ തീരെ കേൾക്കുന്നില്ല. ഇല്ല, ഞാൻ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ ടീച്ചേഴ്സ്, നമ്മള് യൂണിറ്റ് 4 ആണ് നോക്കുന്നത്. യൂണിറ്റ് 4 അല്ല, സോറി, സ്റ്റാൻഡേർഡ് 4 യൂണിറ്റ് 1. ഈ ബിയോണ്ട് ഫിയർ എന്ന് പറയുന്ന ഈ യൂണിറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ എടുത്ത് ക്യാൻവയിൽ കൊണ്ടുപോകും. അതുപോലെ ഇതിന്റെ ഒരു നരേഷൻ തയ്യാറാക്കും. നരേഷനെ നമ്മൾ ടെക്സ്റ്റിനെ ഓഡിയോ ആക്കും. മെയിൻ പ്രോസസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അതിനെ ക്ലോസ് ചെയ്യണേ. പിന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കാം. ചാറ്റ് GPT ആദ്യം ചെയ്യുന്നത് ചാറ്റ് GPT ആണ് എടുക്കുന്നത്. ചാറ്റ് GPT ഫ്രഷ് ആയിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ പ്രോംപ്റ്റ് സ്റ്റെപ്പ് 1 താഴെയായിട്ട് വരും.
സാറേ സൗണ്ട് കുറവുണ്ടല്ലോ. തീരെ കുറഞ്ഞോ? ഹലോ, നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്താണല്ലോ ടീച്ചറെ. ഇപ്പൊ തീരെ കുറഞ്ഞോ? ഹലോ 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 ഹലോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ പറയുമ്പോ ചില മനസ്സിലാവുന്നില്ല. സമയത്ത് ചില സൗണ്ട് കുറവാ. സമയത്ത് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ സ്റ്റെപ്പ് 1 ആണ് ഇതിനകത്ത്. ക്രിയേറ്റ് എ സിംഗിൾ വീഡിയോ ഫോർ പ്രൈമറി സ്റ്റുഡൻസ് ആയി നമ്മൾ ചെയ്യുന്നത്. ജനറേറ്റിംഗ് അബ്സ്ട്രാക്ട്. ഫസ്റ്റ് നമ്മൾ അബ്സ്ട്രാക്ട് ആയി ചെയ്യും. സ്റ്റെപ്പ് 1 കിടപ്പുണ്ടായിരുന്നു. അബ്സ്ട്രാക്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് ക്ലോഡ് .ai എന്ന് പറയുന്ന ഒരു സൈറ്റും കൂടെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. ChatGPT ഉണ്ട്, ക്ലോഡും ഉണ്ട്. ChatGPT നമുക്ക് ചെയ്ത് നോക്കാം, ക്ലോഡിലും ഒന്ന് ചെയ്തു നോക്കാം. ക്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കൂടുതലായിട്ട് ചെയ്യാം. ChatGPT ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ക്ലോഡിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടും. ഞാൻ ആ പ്രോംപ്റ്റ് എടുക്കുകയാണ്. സ്റ്റെപ്പ് 1 ജനറേറ്റ് അബ്സ്ട്രാക്ട്. ഇവിടെയാണ് കിടക്കുന്ന പ്രോംപ്റ്റ്. ഈ പ്രോംപ്റ്റിനെ കോപ്പി എടുത്ത് ക്ലോഡിൽ കൊണ്ടുവന്ന് അവിടെ പേസ്റ്റ് ചെയ്യണേ. ക്ലോഡിൽ പേസ്റ്റ് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ എവിടെയാണോ ഈ ഫയൽ കിടക്കുന്നത് അതിനെ ഇവിടെ പറഞ്ഞു കൊടുക്കും. എവിടെയാണോ അതിൻ്റെ ഫയൽ കിടക്കുന്നത് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് കിട്ടാം. എവിടെയാണോ ഫയൽ കിടക്കുന്നത് ഇതാണ് ഫയൽ. അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മൾ ചെറിയ ചെറിയ പ്രോംപ്റ്റ് ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. ചിലപ്പോൾ നമുക്ക് ഈ ChatGPT അടുത്തൊക്കെ നമ്മൾ പ്രോംപ്റ്റ് ചോദിക്കുമ്പോൾ വലിയ പ്രോംപ്റ്റ് ഒക്കെ തരും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ചെറിയ പ്രോംപ്റ്റ് എത്രത്തോളം കുഞ്ഞാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ പ്രോംപ്റ്റുകളാണ് നിങ്ങൾ കൊടുക്കുക. ഞാൻ ഒരേ റിസൾട്ട് രണ്ടിടത്തും അല്ല ഒരേ കാര്യം രണ്ട് AI ടൂളിനോട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ChatGPTയിലും സെയിം സാധനം കൊടുത്തു, ക്ലോഡിലും സെയിം സാധനം കൊടുത്തു. ഇനി ഞാൻ ഇത് ചെയ്യണേ. ക്ലോഡ് എങ്ങനെയാ എടുത്ത് ഗൂഗിൾ എടുത്തു, അതിനകത്ത് ക്ലോഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ എൻ്റെ ഇമെയിൽ ID ഉള്ളതുകൊണ്ട് അതിൽ കയറി ഒരു ഫ്രീ പ്ലാൻ ആണ്. താഴെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബിയോണ്ട് സ്പിയർ എന്ന് പറഞ്ഞൊരു ചെറിയ കുഞ്ഞ് സാധനം ചെയ്യും. ഇത്രയോ നമ്മുടെ റിസൾട്ട് കിട്ടും. നമുക്ക് ചെറുതാണ് വേണ്ട. അപ്പൊ നമുക്ക് നരേറ്റ് ചെയ്യാനുള്ള സാധനം കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ പറയുന്നത് എന്താണ്? ക്രിയേറ്റ് ഓഡിയോ യൂസിങ് 11 ലാബ്സ്. സ്റ്റെപ്പ് 2 പറയാണ് ക്രിയേറ്റ് ഓഡിയോ യൂസിങ് 11 ലാബ്സ്. നമുക്ക് 11 ലാബ്സ് എടുക്കാം. അതിനുവേണ്ടി ഗൂഗിൾ എടുക്കുന്നു, google.com അടിച്ചു കൊടുക്കുന്നു. അതിനകത്ത് 11 ലാബ്സ് അടിച്ചു കൊടുക്കുന്നു. 11 ലാബ്സ് ഓപ്പൺ ആയി വരുന്നു. അതിനകത്ത് ഞാൻ ഓൾറെഡി എൻ്റെ ജിമെയിൽ ലോഗിൻ ആണ്. ഉണ്ടോ? ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഇന്റർഫേസ് വരുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് കൊടുക്കും? ലോഗിൻ കൊടുക്കുന്നു. ലോഗിനിൽ വേറെ തടസ്സമൊന്നുമില്ലാതെ അത് 11 ലാബ്സ് ഓപ്പൺ ആയി വരികയാണ്. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. ഹലോ പാസ്പോർട്ട് വന്നില്ല. ഞാൻ പറഞ്ഞു തരട്ടെ പാസ്പോർട്ട്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യും. ടീച്ചറിന് പാസ്പോർട്ട് ആവുന്നുണ്ട്. പാസ്പോർട്ട് വന്നില്ലേ നമ്മളെ ഗ്രൂപ്പില്? ഒരു സെക്കൻഡ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. ആ ലിങ്ക് ഉപയോഗിച്ച് കയറാൻ പറ്റുന്നില്ലേ ടീച്ചർ?
പറ്റുന്നുണ്ട്. ആ, ആ, ഫോൺ പെൻസിൽ 6, 5, 8, 5 ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ. 6, 5, 5, 8, 8, 5 ട്ടോ, ട്ടോ. അവിടെ ആയിക്കോട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് 11 ലാബ്സ് ആണ്. 11 ലാബ്സ് സൈനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. സൈനിങ് സൈനിങ് എത്ര പേരായി? 58 പേര് ഉണ്ട്. ഓക്കെ, 11 ലാബ്സ് നമ്മൾ ഓപ്പൺ ആക്കുക. 11 ലാബ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് എന്താക്കി മാറ്റാം? ഓഡിയോ ആക്കി മാറ്റാം. നല്ല ക്വാളിറ്റിയിലുള്ള ഓഡിയോസ്, നല്ല ആക്റ്റീവ് പറയുന്ന ഓഡിയോസ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് 11 ലാബ്സ് വഴി ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാണ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തടസ്സമില്ല. ഓക്കെ, ഇല്ലേ? കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ട്. ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയാണ് നമ്മൾ 11 ലാബ്സിൽ നമുക്ക് വേണ്ട ടെക്സ്റ്റുകളെയൊക്കെ ഓഡിയോ ആക്കി മാറ്റും. നമ്മുടെ ഇലക്ഷനൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ടൂളാണ്. ഇത് വെച്ചിട്ട് അവരുടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിപ്പിക്കും. അപ്പൊ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റിനൊക്കെ കൊടുക്കുന്ന പൈസ ലാഭമാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് ചെയ്യാനായിട്ട് പ്രോംപ്റ്റ് ഉണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ChatGPT ഉപയോഗിച്ച് ആദ്യം നമ്മൾ ഇവിടെ ChatGPT ക്ലൗഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ChatGPT ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞോളൂ. സോ ChatGPT തയ്യാറാക്കി തന്നു ഒരു കുഞ്ഞു ജനറേഷൻ. അതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണെന്ന് പറയാം. Read the given unit from the PDF. Create a very short unit abstract for primary students. Start with the unit number and the unit name. Write 3 to 5 simple lines using easy words. Focus only on the main idea. Keep sentences short and clear. Add on line conclusion at the end. ഈ പാഠഭാഗം, ഈ യൂണിറ്റിന്റെ എന്താണ് തയ്യാറായിട്ട് ഞാൻ പറഞ്ഞ ഈ PDF എടുത്തിട്ട് അതിന്റെ വെരി ഷോർട്ട് യൂണിറ്റ് അബ്സ്ട്രാക്ട് ഫോർ പ്രൈമറി സ്റ്റുഡൻസ്, ഷോർട്ട് ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് ആണ് തയ്യാറാക്കി തരാൻ പറഞ്ഞു. ഇത് സ്റ്റാർട്ട് വിത്ത് യൂണിറ്റ് നമ്പർ വേണം, യൂണിറ്റ് നെയിം വേണം, 3 മുതൽ 5 വരെ ലൈൻ മാത്രമേ അതിനകത്ത് പാടുള്ളൂ. കീപ് സെന്റൻസ് ഷോർട്ട്. വളരെ ഇല്ലേ, നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷനും അനുസരിച്ച് വളരെ കുഞ്ഞനായിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കി തന്നു. ഞാൻ അതിന്റെ കോപ്പി ചെയ്തു. എന്തിനാണ് ഞാൻ ഇതിനിടയിൽ ക്ലൗഡും കൂടെ പരിചയപ്പെടുത്തിയത്? ക്ലൗഡ് പരിചയപ്പെടുത്താൻ കാരണം ഇനി നമ്മൾ അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. അപ്പൊ നമുക്ക് ഇത്തിരി കൂടിയ ഐറ്റം വേണം. അത് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ, അല്ലാതെ ഇതിൽ ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുമ്പോൾ ChatGPTയിലുള്ള റിസൾട്ട് എടുക്കുകയോ ഇതിലുള്ള റിസൾട്ട് എടുക്കുകയോ ഏത് വേണമെങ്കിൽ നമ്മൾ എവിടെ വരും? 11 ലാബ്സ്. നമ്മുടെ ഡബിങ് ചെയ്യേണ്ട ഏരിയ വന്നു. ആദ്യം എന്തോ നോക്കണം? നമ്മുടെ റേഷൻ നോക്കണം. 80% ഞാൻ ഉപയോഗിച്ചു, 80% ഞാൻ ഉപയോഗിച്ചു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവർ പറയും പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ക്ലോസ് ചെയ്യും. 11 ലാബ്സ് ക്ലോസ് ചെയ്തിട്ട് പുതിയ ഇമെയിൽ ഓപ്പൺ ആണ്. പുതിയൊരു ജിമെയിൽ ഓപ്പൺ ആക്കി അതിനകത്തായിരിക്കും അതിന് ചെയ്യാം. പുതിയ ജിമെയിലിനകത്ത് ഗൂഗിൾ അടിക്കുന്നു, വീണ്ടും 11 ലാബ്സ് കൊടുക്കുന്നു. 11 ലാബ്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. 11 ലാബ്സ് ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ കൊടുത്ത്. എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ക്ലോസ് ചെയ്തത്? എന്റെ മറ്റേ ജിമെയിലിൽ 80% ഉപയോഗിച്ചു. അപ്പൊ ഇനി അത് ബ്രേക്ക് പറയും. അപ്പോ ഈ പുതിയ ഒരു മറ്റൊരു ഇമെയിലാണ്. ഈ മറ്റൊരു ഇമെയിൽ എത്ര ഉണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കും. ഫസ്റ്റ് പരിപാടി ഇതാണ്. ഇതുപോലത്തെ ടൂളുകൾ വരുമ്പോൾ നമുക്ക് എത്രയുണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ക്രെഡിറ്റ്, അത് ഫുള്ളുണ്ട്. അതിൽ കൊണ്ടുവരുമ്പോൾ കാണിക്കും. ഉണ്ടോ? 7% ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇൻസ്റ്റന്റ് സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇൻസ്റ്റന്റ് സ്പീച്ച് എങ്ങനെയാണ് നമ്മുടെ ഫോണിലും കാണിക്കുന്നത്. ഈ 11 ലാബ്സിൽ ഈ കാണിക്കുന്നു, ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നില്ലേ, ഇത്രയാണ് ടെക്സ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയ. ഇവിടെ കൊണ്ടുവന്നാണ് നമുക്ക് ഓഡിയോ ആക്കേണ്ട കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ കാണുന്ന ഏരിയയിലാണ്. ഇവിടെ വോയിസ് എന്ന് പറയുന്നത് ഏത് വോയിസ് ആണ് വേണ്ടത്. ഇപ്പോൾ ബയാൻക എന്ന് പറയുന്ന ഒരു ഗേളിനെയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെയൊക്കെ എടുക്കാം. ഇത് മെയിൽ വോയിസ് വേണമെങ്കിൽ മെയിൽ വോയിസ് എടുക്കാം. ഇതൊരു ഗേൾ എന്നാണ് അടിച്ചു വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഗേളിൻ്റെ വോയിസ്. ഇതിനൊരു മെയിൽ വോയിസിൽ കിട്ടണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മെയിൽ എന്ന് പറഞ്ഞ അടിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ വോയിസ് കിട്ടും. ഇന്ത്യൻ അടിച്ചു കൊടുത്താൽ ഇന്ത്യൻ വോയിസ് കിട്ടും. ഇന്ത്യൻ അടിച്ചു കൊടുത്താൽ ഇപ്പൊ രാഹുൽ കാർത്തിക് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ കൊടുക്കാൻ. വാണിശ്രീയുടെ ഇവിടെ സെലക്ട് ആയി. ഇവിടെ വന്നോന്ന് എങ്ങനെ അറിയാം ടീച്ചേഴ്സ്? ഇവിടെ മുകളിൽ വാണിശ്രീ കാണിക്കും എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വന്നു. ജനറേറ്റ് സ്പീച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇനി ഇതിനകത്ത് സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇപ്പൊ പുതുതായിട്ട് വെച്ചതാണ്. സ്പീഡ് പതുക്കെ മതി, നമ്മളെ പിള്ളേരായിട്ട് പതുക്കെ കയറ്റാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പൊ അതിനെ സ്പീഡ് എന്ന് പറയുന്ന സാധനം കുറച്ച് വെക്കും. സ്പീഡ് മാത്രം സ്റ്റെബിലിറ്റി മിഡിലാക്കണം, വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഔട്ട്പുട്ട് MP3 ഫോർമാറ്റ്. ഔട്ട്പുട്ട് നമുക്ക് MP3 ആണ് വേണ്ട, MP3 ഫോർമാറ്റ്. അതിലൊന്നും ചെയ്യാനില്ല. ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ മൾട്ടി ലിംഗ്വൽ എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും 11B3 ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇതിൽ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. 11B3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും. മൾട്ടി ലിംഗ്വലോ താഴത്തെ ആണെങ്കിൽ വോയിസിന് ക്ലാരിറ്റി കാണൂല, നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. ഈ ഒരു കാര്യം മാത്രം ഇതിനകത്ത് ചോദിക്കുക, ഈ ഏരിയ. ഓക്കെ, നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഇരിക്കണം നോക്കാം. ബിയോണ്ട് ഹിയർ. ഓക്കെ, ഫുള്ള് കേൾക്കുന്നില്ല. ഞാൻ ഡൗൺലോഡ് കൊടുക്കാൻ വേണ്ടി ഈ താഴോട്ടുള്ള ആരോ അത് നോക്കിയാണ് അവിടെ കൊണ്ടുവരുമ്പോൾ ഡൗൺലോഡ് എന്ന് എഴുതി കാണും. കൊടുത്തപ്പോൾ അവിടെ ഡൗൺലോഡ് ആയി. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ഫോൾഡറിൽ പോയി വീഴും. അപ്പൊ നമ്മൾ ഇതിനകത്ത് അതിന്റെ പേര് കൊടുക്കുക. ഫയൽ നെയിം കൊടുത്ത് ചെയ്യിക്കുക. നമുക്ക് അവിടെ ഒന്ന് പിക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ആയി. ഓക്കെ, നമ്മുടെ അവിടെ ഓഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് ക്രിയേറ്റ് ആണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയുണ്ട്. നമ്മൾ ആദ്യം ഈ നരേഷൻ തയ്യാറാക്കി അതിനെ നമ്മൾ അവിടെ കൊണ്ടുപോയി ഇവിടെ മറ്റേ സ്കൂൾ ഉണ്ടായിരുന്നു. ഇവിടെ ഏതാണ് ഇവിടെ വന്ന് നമ്മുടെ 11 ലാബ്സിൽ വന്ന് അതിനകത്ത് നമ്മളൊരു ഓഡിയോ ചെയ്തു, അത്രയും പേസ്റ്റ് ചെയ്ത് അതിന്റെ ഓഡിയോ തയ്യാറാക്കി. ഈ കാണുന്നതാണ് അതിന്റെ ഓഡിയോ. 2 സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡൗൺലോഡ് ചെയ്യും. ഇപ്പൊ ഞാൻ ഡൗൺലോഡ് കൊടുത്ത് നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തു.
ഓക്കെ, ഞാൻ എൻ്റെ ഇത് ഷെയർ കട്ട് ചെയ്തിട്ട് എൻ്റെ ഫോണിലോട്ട് കുറെ ചെയ്യാം. ഫോണിൽ ലോഗിൻ ചെയ്യാം. ഇതെല്ലാം ഫോണിലാണ് കൊടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് Recording in progress. ഓക്കെ, ഓക്കെ കേൾക്കാവോ? ഒന്ന് ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യൂ. കേൾക്കാം. കേൾക്കാം. ഓക്കെ, താങ്ക് യു. എന്റെ സ്ക്രീൻ, മൊബൈൽ സ്ക്രീൻ കാണാവോ മാറുന്നത്? കാണാം. കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി അതിനകത്ത് യൂട്യൂബിന്റെ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. യൂട്യൂബ് ക്രിയേറ്റ്. അപ്പൊ ഈ കാണുന്ന സാധനം നമുക്ക് കിട്ടും. യൂട്യൂബ് ക്രിയേറ്റ്. ഞാൻ എൻ്റെ ഒരു കോപ്പി നമ്മുടെ ഗ്രൂപ്പിലും കൂടെ ഇട്ടേക്കാം. കോപ്പി വാട്സാപ്പ്. അതൊന്ന് ഇതിനോടൊപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് യൂട്യൂബ് ക്രിയേറ്റ് ഇൻസ്റ്റാൾ ആവും. ഇതാണ് യൂട്യൂബ്. നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റ്. ഒരു നല്ലൊരു ടൂളാണ്. നമുക്ക് അത്യാവശ്യമുള്ള ഇമേജുകൾ ജനറേറ്റ് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. PDF കൂടെ വേണം. PDF എത്തിയില്ല. B3 ഡോക്യുമെന്റ്. PDF കൂടെ ഒന്ന് സെൻഡ് ചെയ്തോട്ടെ നമ്മളെ ഗ്രൂപ്പിലോട്ട്. സെൻഡ്. വന്നുകൊണ്ടിരിക്കുകയാണ്. PDF വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനെ ഇവിടെ ഇത് നമ്മുടെ ക്ലാസ് റൂമിന്റെ ആപ്പാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. B3 Day 4
ഡേ 4. നമുക്ക് ഓരോന്നായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തത് സ്റ്റോറി ആദ്യം അബ്സ്ട്രാക്ട് തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേലെ 11 ലാബ്സ് യൂസ് ചെയ്ത് ഓഡിയോ തയ്യാറാക്കി. മൂന്നാമത്തെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് യൂട്യൂബ് ക്രിയേറ്റ്. യൂട്യൂബ് ക്രിയേറ്റിനകത്ത് ഈ ഇമേജുകളെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ 1 by 1 ആയിട്ട് ഇടണം. ഇമേജ് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ PDF ഓപ്പൺ ആവാം. ഇതാ വന്നു നമ്മുടെ PDF. ഇതാ നിങ്ങൾ കാണുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കിടപ്പുണ്ട്. അതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ഈ ഇമേജിനെ ഞാൻ ഒന്ന് വലുതാക്കി, 2 വിരലും കൊണ്ട് വലിച്ച് വലുതാക്കി എടുക്കുകയാണ്. എക്കോ പോലത്തെ ഡിസ്റ്റർബൻസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇമേജ്. എനിക്ക് ഈ ചാപ്റ്ററിന്റെ ഈ അബ്സ്ട്രാക്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഓടേണ്ട ഫസ്റ്റ് ഇമേജ് ഇതാണ്. അതിന്റെ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത്തെ ഇമേജ് നമ്മളിവിടെ പ്രിന്റ് സ്ക്രീനോ നമ്മുടെ സ്ക്രീൻഷോട്ടോ ഒക്കെ എടുക്കുക. ഇത് മൂന്നാമത്തെ ഇമേജ്. അതിങ്ങനെ ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുക്കുന്നു. ഇതേ പ്രൊസീജിയറാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലും ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. മതി. ഒരു അവസാനത്തെ ഇമേജും കൂടെ എടുത്ത് വെച്ച് അങ്ങ് നിർത്തുക. കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇനി എന്റെ ഫോണിന്റെ ഗാലറിയിൽ കയറി നോക്കിയാ എത്ര സ്ക്രീൻ ഒന്നും ഇമേജുകളുണ്ട്? കാണുന്നില്ലല്ലോ സാർ. ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? ഒന്ന് പറയൂ, ആ ആരെങ്കിലും ഒന്ന് വാട്സപ്പിൽ കൺഫേം. വാട്സപ്പ് സ്റ്റക്ക് ആയതെന്തോ. കാണുന്നുണ്ട്. ടീച്ചറെ ഒന്ന് നോക്കി, കാരണം ഇത് മറ്റേ ഹോസ്റ്റ് ആയിട്ടല്ല ഞാൻ ഇപ്പൊ കയറി. സാധാരണ നിങ്ങളെ കയറുന്ന പോലെ കയറി എന്റെ സ്ക്രീനാണ് ഷെയർ ചെയ്തത്. ഇപ്പൊ സൗണ്ട് നല്ല ക്ലിയർ ആണ്. ഇതുപോലെ തന്നെ എപ്പോഴും സൗണ്ട് കാണും, കേൾക്കുകയാണെങ്കിൽ വരട്ടെ, നല്ലതായിരിക്കും. എപ്പോഴും ഇങ്ങനെ വരട്ടെ. പക്ഷെ ഓക്കെ. എനിക്ക് ആ വാട്സപ്പ് സാർ ഓപ്പൺ ആയ ആ ഭാഗം തന്നെയാണ് ഇങ്ങനെ കാണുന്നത്. അയ്യോ, വേറെ ഒന്നും കാണിക്കില്ല. വേറെ ഒന്നും കാണിക്കില്ല. ഹാപ്പി ബർത്ത്ഡേ അനീറ്റ എന്നുള്ള ആ ഭാഗം അങ്ങനെ വന്ന് നിൽക്കുക. പിന്നെ ഒന്നും അതിനിപ്പോ ടീച്ചർ കാണിക്കുന്നില്ല. വാട്സപ്പ് ആണോ ഓണാക്കി വെച്ചിരിക്കണം? നോക്ക്. അല്ലല്ല അല്ല അല്ല വാട്സപ്പ് അല്ല. ഒന്ന് എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിച്ച് രണ്ടാമത് കയറട്ടെ ശരിയാകും. ഒന്ന്. ഓ, ലീവ് അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്നുകൂടെ ചെയ്യും. കയറട്ടെ. അതെ, യെസ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കാണുന്ന ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത ഇമേജ്. ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ. വേറെ ഒന്നുമില്ല. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഈ എഡിറ്റ് ബട്ടൺ ഉണ്ടല്ലോ, അതെല്ലാവരുടെ ഫോണിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഈ ഇമേജിനെ ഒന്ന് ക്രോപ്പ് ചെയ്യുക. കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്യുക. സേവ്. ഫസ്റ്റ് ഇമേജ് ആയി. 1, 2. രണ്ടാമത്തതിനെ എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം മതി. രണ്ടാമത്തെ ആയി. എഡിറ്റ് ചെയ്തു, ക്രോപ്പ് ചെയ്തു. ഇതൊക്കെ നമുക്ക് എല്ലാ പാഠത്തിലൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം. കുട്ടിക്ക് മനസ്സിലാവും എളുപ്പം, കാരണം അവരുടെ കയ്യിലിരിക്കുന്ന ബുക്കിലെ പിക്ചറാണ് നമ്മൾ കാണിക്കുന്നത്. ഏറ്റവും സിംപിളസ്റ്റ് ഫോമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഹാർഡായിട്ടുള്ളത് അടുത്ത ദിവസം നമ്മൾ നോക്കും, ഡേ 5. ഹാർഡ് എന്നല്ല, ഇതിന്റെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഇമേജ് കിട്ടുന്ന ഒരു സാധനം. ക്വാളിറ്റി നമുക്ക് രണ്ടും കൂടെ കാണുമ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എല്ലാ ഇമേജും ഞാൻ എൻ്റെ ഫോണിലുള്ളതിനെ ഇങ്ങനെ എടുത്തു. 1, 2, 3, 4, 5 ഇമേജ് ഉണ്ട്. 5 ഇമേജ് ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഈ ടൂൾ എടുക്കുകയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച YT ക്രിയേറ്റിനകത്ത്
ഇതിനകത്ത് നമ്മൾ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഒന്നും ചെയ്തൊന്നുമില്ല. ഇതിനകത്ത് താഴെ ഒരു പ്ലസ് ഉണ്ട്, മുകളിൽ ഇവിടെയും ഒരു പ്ലസ് ഉണ്ട്. ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നടുക്കായിട്ട് ആ ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് ക്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു, അല്ലെങ്കിൽ ഈ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആ ഇമേജിനെ കൊടുക്കാം. 1 2 3 4 5 ഇത്രയും കൊടുത്തിട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത്രയും ഞാൻ കൊടുത്ത ഈ ക്ലിപ്പുകളെല്ലാം നമ്മൾ ഇതിനകത്ത് വരും. എൻ്റെ കമ്പ്യൂട്ടറിലാണ് ഓഡിയോ കിടക്കുന്നത്, അതിനെ ഒരിക്കൽ കൂടെ ചെയ്യും. അപ്പം നമുക്കത് കാണുകയും കൂടെ ചെയ്യാമല്ലോ. കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലോട്ട് അയച്ചിട്ടില്ല. അപ്പം നമുക്ക് ഒരിക്കൽ കൂടെ ആ നരേഷൻ ഒന്ന് തയ്യാറാക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ കയറി ഓഡിയോ നരേഷൻ്റെ പ്രോംപ്റ്റ് കിടക്കുന്നതിനെ എടുത്ത് അതിനെ കോപ്പി എടുത്തു. അതിൻ്റെ കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ 11 ലാബ്സിൻ്റെ ആപ്പാണ് നിങ്ങൾ കാണുന്നത് ടോപ്പിലായിട്ട്. ഞാൻ ഗൂഗിളിൽ 11 ലാബ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനകത്ത് 11 ലാബ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ഇതിനെ ടെക്സ്റ്റിനെ ഓഡിയോ ആക്കുന്ന ഒരു ടൂളാണ്. വളരെയധികം ഉപയോഗം വരുന്ന സാധനമാണ്. പല പല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സ്റ്റുഡിയോയിലൊന്നും കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ട. എല്ലാ കാര്യങ്ങളും അറിയിപ്പുകളൊക്കെ നമുക്ക് ഇതിനകത്ത് 11 ലാബ്സിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ റെക്കോർഡ് ചെയ്ത് വളരെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിടാം. ഇനി ആനിവേഴ്സറിയുടെ അറിയിപ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. 11 ലാബ്സ് ഓപ്പൺ ആക്കി, അതിനകത്ത് ഓൾറെഡി കിടക്കുന്നത് വേറാണ്. അതിനെല്ലാം കളഞ്ഞിട്ട് ഞാനിപ്പോൾ കോപ്പി എടുത്ത പ്രോംപ്റ്റ് എടുത്ത്, സോറി അവിടെ പ്രോംപ്റ്റ് അല്ലേ കിടക്കുന്നത്. ഇത് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ആണ് കിടക്കുന്നത്. ഇവിടെയാണ് വരേണ്ടത്. എവിടെയാണ് പ്രോംപ്റ്റ്? നമ്മൾ എവിടെ കൊണ്ടുവരണം? ചാറ്റ് ജിപിടിയിൽ വന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ പ്രോംപ്റ്റ് ആണ് ഇരിക്കുന്നത്. അതിനകത്ത് പ്ലസ് കൊടുത്ത് ഫയൽ എടുത്ത്, പ്രോംപ്റ്റിനെ നരേഷൻ ആക്കണ്ടേ, നരേഷൻ ആക്കിയില്ല. PDF കിടക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കണം. ഇംഗ്ലീഷ് ഫുള്ള്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെ. സാർ എനിക്ക് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, എനിക്ക് ക്ലാസ് വീഡിയോ തരും. ഇത് എന്നും തരയില്ലേ, വീണ്ടും ഇങ്ങനെ ചോദിക്കണം. ഓക്കെ, ഷെയർ കൊടുക്കുന്നു. ശ്രദ്ധിച്ചോണേ, ഞാൻ ഇപ്പൊ എന്താ ചെയ്തെന്ന് നോക്കിയോ, എനിക്ക് അവിടെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാട്, നടക്കണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുത്തു. എന്നിട്ട് നമ്മളെ ചാറ്റ് GPT പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ അതിനകത്ത് വരും. കണ്ടാ, ഒരു പുതിയൊരു രീതി പഠിച്ചില്ലേ? ഇതുപോലെ എന്തിനേയും നമുക്ക് ഷെയർ ചെയ്ത് അതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. അതായത് എനിക്ക് ഈ ചാറ്റ് GPTയിൽ എൻ്റെ ഫോണിൽ എവിടെയാണ് ഈ ഫയൽ കിടക്കണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം പിടിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വാട്സപ്പിനകത്ത് കയറി നമ്മുടെ ഫയലിലേക്ക് ഇങ്ങനെ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെച്ചു. കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഷെയർ കാണിക്കുമല്ലോ. ഷെയർ നമ്മുടെ മുകളിൽ ആ 3 കുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻഫോ ഉണ്ട്, ഷെയർ ഉണ്ട്, പിൻ ഉണ്ട്. ഷെയർ കൊടുത്തപ്പോഴത്തേക്ക് നേരെ ചെന്ന് ചാറ്റ് GPTയിൽ വന്നു. ചാറ്റ് GPTയിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രോംപ്റ്റിനെ ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കി തരാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു ചെറിയ നരേഷൻ. കിട്ടി. വായിച്ചു നോക്കണില്ല, കറക്റ്റ് ആയിരിക്കും. കോപ്പി എടുത്തു. എവിടെ പോണം? 11 ലാബ്സ്. 11 ലാബ്സിൽ പോയിട്ട് അതിനകത്ത് ഇതാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 11 ലാബ്സിനകത്ത് ലോഗിൻ ചെയ്യുക. ഇൻസ്റ്റന്റ് സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ഇൻസ്റ്റന്റ് സ്പീച്ച് എന്ന് പറയണോ അതിനകത്ത് നമ്മുടെ സ്റ്റോറി ഉണ്ട്, പേസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ തയ്യാറാക്കി ChatGPT കൊണ്ട് ചെയ്യിച്ച സാധനത്തിനെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഇതടക്കം ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് വോയിസ് ആരുടെയാണ് കിടക്കുന്നത് നോക്കുക. ഒരു പെൺകുട്ടി പറയുന്ന പോലെയാണ്. നമുക്ക് അതെങ്ങനെ കിട്ടിയേ? ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗേൾ എന്ന് പറഞ്ഞ മുകളിൽ എക്സ്പ്ലോറിന് താഴെ എക്സ്പ്ലോറർ കാണുന്നുണ്ടല്ലോ. എക്സ്പ്ലോററും മൈ വോയിസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനുണ്ട്. മൈ വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത് കിടക്കുന്ന എൻ്റെ വോയിസുകളൊക്കെയാണ് ഈ മൈ വോയിസസിനകത്ത് പറഞ്ഞത്. എക്സ്പ്ലോർ എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈബ്രറിയാണ്. 11 ലാബ്സിൻ്റെ ലൈബ്രറിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഈ എക്സ്പ്ലോറിനകത്ത് കിടക്കണം. നമുക്ക് എക്സ്പ്ലോർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്ത് തരും. ഇതിനകത്ത് ഓരോന്ന് ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും ഓരോ സൗണ്ട്. ഇപ്പൊ ഇതില് ഓക്കെ, എനിക്കൊരു പെൺകുട്ടിയുടെ വോയിസാ വേണ്ട. അപ്പൊ ഞാൻ ബ്രെയിലി കൊള്ളാൻ നോക്കട്ടെ. ഇത് തന്നെ എടുക്കാം. നേരത്തെ ഇതാണ് സെലക്ട് ചെയ്ത് ബാൻക എന്ന് പറയുന്നത്. അത് വന്നോന്ന് എങ്ങനെ അറിയാം? ഇവിടെ താഴെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പേര് ഇവിടെ കാണിക്കണം. കാണുന്നുണ്ടല്ലോ അല്ലേ താഴെയായിട്ട്? അതിൻ്റെ താഴെ ജനറേറ്റീവ് സ്പീച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. മൾട്ടി ലിംഗ്വൽ തെറ്റായിട്ടുള്ളതാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞേ? V3 11 V3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ ആക്കി മാറ്റണം. അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് സ്റ്റെബിലിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്പീഡ് ലാപ്ടോപ്പിലാണ് സ്പീഡ് കാണിച്ചിരുന്നത്. എൻ്റെ ഫോണിൽ എന്ത് കാണിക്കുന്നില്ല, മറ്റു ഓപ്ഷൻ ഒന്നും കാണിക്കില്ല. സ്റ്റെബിലിറ്റി മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് കേൾക്കാം എങ്ങനെയുണ്ടെന്ന്. ജനറേറ്റ് ഓക്കെ, കൊള്ളാം. ഡൗൺലോഡ് കൊടുക്കുകയാണേ. ഡൗൺലോഡ് കൊടുത്തു. അത് നമ്മുടെ ഇതിലോട്ട് വന്നു. ഇപ്പൊ ഡൗൺലോഡായി. ഇനി ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഉടനെ നമ്മൾ കൈയോടെ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് അതിന്റെ പേര് മാറ്റണം. റീസെന്റ് ഫയൽ എടുത്ത് 11 ലാബ്സ് എന്ന് പറയുന്നത് ഏറ്റവും റീസെന്റ് ഫയൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളെ ഈ എൻ്റെ ഫോണിൽ മൈ ഫയൽസ് ആണ് കിടക്കുന്നത്. മൈ ഫയൽസ് എടുക്കുമ്പോൾ നമുക്ക് പല ഇതും കാണിക്കും. അതിൽ റീസെന്റ് ഏറ്റവും ടോപ്പിൽ റീസെന്റ് ഫയൽ കിടപ്പുണ്ട്. റീസെന്റ് ഫയൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ വരും. അപ്പൊ ഈ 11 ലാബ്സ് എന്ന് പറയുന്നതിനെ ഹോൾഡ് ചെയ്ത് വെച്ച് താഴെ വന്ന് മോർ ഓപ്ഷൻ കൊടുത്ത് അതിനകത്ത് റീനെയിം കൊടുത്ത് നമുക്ക് വേണ്ട നെയിം കൊടുക്കുക. ബിയോണ്ട് എന്ന് കൊടുക്കുക. റീനെയിം ചെയ്തു. ഇതിപ്പോ ഫയൽ നെയിം കിട്ടി. ഇനി നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടല്ലോ. കഴിഞ്ഞു. അപ്പം നമ്മുടെ എന്തായി? ഓഡിയോ ആയി. ഇനി ഇമേജ് വേണം. ഇമേജ് ഞാൻ നേരത്തെ കമ്പ്യൂട്ടറിലാണ് ചെയ്തത്. ഫോണിൽ ചെയ്യണത് കൊണ്ടുവന്ന് ചെയ്യാം. കാരണം ഇത് ഇതിൽ കിട്ടില്ലല്ലോ. ഇത് ഓപ്പൺ ആക്കി. ഫോണിൽ ഞാൻ ചെയ്തോ? മറന്നു കേട്ടോ. ഫോണിൽ ചെയ്തു ഉണ്ട്. ഇതടക്കം 1 2 3 4 5 5 ഇമേജും കിടപ്പുണ്ടേ. ഇതാണ് ഫസ്റ്റ് ഇമേജ്. ഓക്കെ, 5 ഇമേജും കിടപ്പുണ്ട്. അപ്പൊ ഇനി ഇതിനെ എവിടെ വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്നത്? വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണം നമുക്ക്. ഇതിനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ ഈ ഫോട്ടോസിനെ കൊണ്ടുവച്ച് ഓഡിയോയൊക്കെ കൊണ്ടുവച്ച് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണം. നമുക്ക് നിങ്ങളുടെയൊക്കെ ഫോണിൽ ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാവും. ഇവന്റെ അടുത്തോട്ട് വന്നത് എന്തിനാണ്? ഈ Ucreate എന്ന് പറയുന്ന ഈ ടൂളിന്റെ അടുത്തോട്ട് വന്നത്. അതിനകത്ത് 1-2 ഫ്രീ ഉള്ളത് കൊണ്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് തന്നത്. ഇത് നമുക്ക് ഏത് ടൂളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ Ucreate നമ്മൾ എടുക്കണത് അതിനകത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ടും അൺലിമിറ്റഡ് ആയിട്ടും. ഓക്കെ, പിന്നെ ഈ ഫ്രീ എന്ന് പറയുന്ന സാധനം എപ്പോഴും എല്ലാ കാലത്തും കാണില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യും. നമ്മളത് ശീലമായി വരുമ്പോഴേ.
അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് അതിന്റെ ഇന്റർഫേസ് യു ക്രിയേറ്റ് എന്ന് പറഞ്ഞ. നമ്മൾ എന്ത് ചെയ്താലും ആദ്യത്തെ പരിപാടി എന്താണ്, ആസ്പെക്ട് റേഷ്യോ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കണം. ഇമേജ് എഡിറ്റ് ചെയ്യായിരുന്നാലും എന്ത് പരിപാടി ചെയ്യുന്നാലും ആദ്യം അതിന്റെ സൈസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഈ ആസ്പെക്ട് റേഷ്യോ ഒരു പിക്ചർ കൊടുത്താലേ ചെയ്യാൻ സമ്മതിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പിക്ചർ കൊടുക്കാം. ഇമ്പോർട്ട് ഉണ്ടോ? എങ്ങനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തേ? ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട് എൻ്റെ ഗാലറിയിൽ. ഈ ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് ഞാൻ ആദ്യത്തെ ഇമേജ് ഇട്ടുകൊണ്ടാണ് ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഇമേജിൽ ക്ലിക്ക് ചെയ്തു, മൂന്നാമത്തെ ഇമേജ് ക്ലിക്ക് ചെയ്തു, നാലാമത്തെ ഇമേജ് ക്ലിക്ക് ചെയ്തു, അഞ്ചാമത്തെ ഇമേജ്. അപ്പോൾ 5 എണ്ണവും ഇങ്ങനെ വരി വരിയായിട്ട് വരും. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് ക്ലിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഫസ്റ്റ് ഇമേജ് ക്ലിപ്പാണ്. ഇത് രണ്ടാമത്തെ ഇമേജിന്റെ ക്ലിപ്പ്, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ, അഞ്ചാമത്തെ. 5 ക്ലിപ്പുകളും ഉണ്ട്. ഇനി നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കൊടുത്ത എത്ര ആസ്പെക്ട് റേഷ്യോ കൊടുത്തിരിക്കുന്നേ? നമ്മുടെ സ്ക്രീന് എത്ര ഏതിലാ കാണുന്നേ? 9:16 എന്ന് പറയുന്നതാണ് കാണുന്നത്. വൈഡായിട്ട് നമ്മളെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ പ്രൊജക്ടറിലോ ഒക്കെ കാണിക്കുമ്പോൾ ഈ വൈഡാണ് നമുക്ക് നല്ലത്. ഫോണിലൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുക, 9:16. നമ്മൾ ഒരു വീഡിയോ ചെയ്ത് ഫോണിലാണ് അയച്ചു കൊടുക്കുന്നത് എങ്കിൽ ഇങ്ങനെ കൊടുക്കുക. നമ്മളെ സ്ക്രീനുകളിലൊക്കെ കാണിക്കാനായിട്ട് വൈഡായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് 16:9 എന്നുള്ളത് സെലക്ട് ചെയ്യും. ഇത് രണ്ടുമാണ് നമുക്ക് സാധാരണ മാറി മാറി ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ഇമേജ് വന്നു. ഇനി ഓഡിയോ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓഡിയോ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സൗണ്ട് എവിടെ കിടക്കുന്നത്? ഇതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് സൗണ്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല. ഇവിടെ ഒരു താഴെയായിട്ടൊരു ആരോ ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കുക, സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിനകത്ത് ഏറ്റവും സൗണ്ട് ഇപ്പം റോയൽറ്റി ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കിടക്കുന്നത്. സൗണ്ട് എഫക്ട്സ് എടുക്കാം. യുവർ മ്യൂസിക്കിനകത്താണ് ഇത് വരുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ ബിയോണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ബിയോണ്ട് അത് കൊടുക്കുക. ബിയോണ്ട് കണ്ട BEY എന്ന് അടിച്ചപ്പോഴേ എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടി. ഇതാണ് ഫയൽ നെയിം കൊടുത്തു വെച്ചാലുള്ള ഗുണം. അതിനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ കിട്ടി. ഇനി ഓരോ ക്ലിപ്പൊക്കെ നമുക്ക് വലിച്ച് നീട്ടിയൊക്കെ കൊടുക്കാം. വലിച്ച് നീട്ടി, കുറച്ചൊന്ന് നീട്ടി. അതെങ്ങനെ ചെയ്തേ? ആ ക്ലിപ്പിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡിലും ആരോ ഉണ്ടല്ലേ, ഇങ്ങേ അറ്റത്തേൽ പിടിച്ചൊന്ന് ഒന്ന് വലിച്ച് എടുക്കുക. ഇങ്ങേ അറ്റത്തേൽ ക്ലിച്ച് ഒന്ന് വലുതാക്കി വിടുക. ഇങ്ങേ അറ്റത്തെ പിടിച്ച് ഒന്ന് വലുതാക്കി വിടുക. അതൊരു ഹാൻഡ് കുറച്ച് നമ്മൾ ചെയ്ത് വരുമ്പോഴേ ശരിയാവുള്ളൂ കേട്ടോ. പ്രാക്ടീസ്. അയ്യോ, ഇതൊന്നും ഇങ്ങനെ വന്നു. ആ അവസാനത്ത് ഇങ്ങനെ വലിച്ച് ഒന്ന് മാക്സിമം ഒന്ന്. നമ്മൾ ഓഡിയോ എത്ര സെക്കൻഡ് എന്ന് നോക്കിയില്ലല്ലോ. ഓഡിയോയും കൂടെ ഇതുപോലെ വലിക്കുകയാണെ. ഓഡിയോ 26 സെക്കൻഡിലാണ് നിൽക്കുന്നത്. എങ്ങനെ മനസ്സിലായി? ഞാൻ അതിൽ കൊണ്ടുവച്ചപ്പോൾ സമയം കാണിക്കും. മൊത്തം 51 സെക്കൻഡിലാണ് ഞാൻ വലിച്ചിട്ടേക്കുന്നത്. അതിൽ 26 സെക്കൻഡ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഓഡിയോ ഉണ്ടല്ലോ, ഓഡിയോയുടെ വേവ് ഒക്കെ കാണാം നമുക്ക്. ഓഡിയോ വേവിനനുസരിച്ച് നമുക്ക് ഇമേജുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓഡിയോ സെലക്ട് ചെയ്ത് അവനെ ഒന്ന് പതുക്കെ ഇങ്ങോട്ട് നീക്കി വെക്കുക, അങ്ങ് അറ്റത്ത് കൊണ്ട് വെക്കുക. ആദ്യം ഓഡിയോ ആയിരുന്നു കറക്റ്റ് ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, ഇനി ക്ലിപ്പിനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കി കൊടുക്കുക. ചെറുതാക്കി കൊടുക്കുക. ഇനി ഒരെണ്ണം കൂടെ ചെറുതാക്കിയാൽ കറക്റ്റ് എല്ലാവരും നിൽക്കും. ഇത് രണ്ടാമത്തെ. ഓക്കെ, നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കണേ. പ്ലേ ചെയ്യണേ.
സൗണ്ട് കേൾക്കുന്നില്ല. ഈ ഫോണിന്റെ സൗണ്ട് കേൾക്കണില്ലേ? ഈ ഇല്ല. ഫോണിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് അപ്പൊ ഒന്നും ഇത് കേൾക്കുന്നില്ല. എന്റെ സൗണ്ട് കേൾക്കണ? സാറ് എന്റെ പറയുന്നത് സൗണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, വീഡിയോയിലെ സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പോഴോ? 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 കേൾക്കുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഓക്കെ 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 അത് എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയും നമുക്ക് ചെയ്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളെ പിക്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഓഡിയോ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റണം. പിന്നെ എന്തിനാണ് ഈ യു ക്രിയേറ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണേ. ഇതിനകത്ത് ഈ ജനറേറ്റ് വീഡിയോ, ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അപ്പൊ ഈ ജനറേറ്റ് ഇമേജ്